ഈ രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പരിശോധിക്കാം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച്, രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാർലമെന്റ് തുടരുന്നുണ്ട്. ഇൻഡിഗോയിലെ പ്രതിസന്ധി അത് അയവില്ലാതെ തുടരുന്നു. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സമാന്തരമായി നടക്കുന്നു. ഗോവ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് വാർത്തകൾ, അങ്ങനെ ഇന്നത്തെ വാർത്താ ദിനം ഡൽഹി കേന്ദ്രീകരിച്ച്, രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ശ്രദ്ധേയമായിരിക്കുമല്ലോ ബൽറാം നെടുങ്ങാടി. വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. തീർച്ചയായും രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇന്ന് നിരവധി വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ പ്രമേയങ്ങൾ, ഒപ്പം തന്നെ സ്വകാര്യ ബില്ലുകൾ എന്ന് അവതരിപ്പിക്കുന്ന ദിവസമാണ് പാർലമെന്റിൽ. കേരളവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു സ്വകാര്യ പ്രമേയം ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ വരുന്നുണ്ട്. അത് ജോൺ ബ്രിട്ടാസ് MP കേരളത്തിൽ എയിംസ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ പ്രമേയമാണ്. നേരത്തെ തന്നെ കേരളത്തിന് എയിംസ് നൽകാം എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും, എന്നാൽ രാജ്യത്ത് 22 എയിംസുകൾ നിലവിലുണ്ട്. അതിലൊന്നുപോലും കേരളത്തിലില്ല. മറ്റ് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എയിംസ് ലഭിക്കാത്ത ഒരു ഏക സംസ്ഥാനം കേരളം മാത്രമാണ് എന്നും, അതുകൊണ്ട് തന്നെ സംസ്ഥാനം എയിംസിനായി കണ്ടെത്തിയ കിനാലൂരിൽ എയിംസ് അനുവദിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം എന്നുമുള്ള ഒരു പ്രമേയമാണ് ജോൺ ബ്രിട്ടാസ് MP അവതരിപ്പിക്കാനിരിക്കുന്നത്. മൂന്നാമത്തേതായാണ് ഈ പ്രമേയം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവതരണാനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക്സഭയിൽ ഇന്ന് 2 ധനാഭ്യർത്ഥന ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സ്വകാര്യ പ്രമേയങ്ങൾ തന്നെയാണ് ലോക്സഭയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുക. ഇതോടൊപ്പം തന്നെയാണ് പ്രധാനമായ ഇൻഡിഗോ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിസന്ധി തുടരുകയാണ്. പല വിമാനത്താവളങ്ങളിലും കഴിഞ്ഞ ദിവസവും വിമാനങ്ങൾ റദ്ദാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് കാരണങ്ങൾ തേടുകയും അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഇന്നും ഇൻഡിഗോ CEO-യെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. DGCയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമയാന മന്ത്രാലയവും DGCയും ഇൻഡിഗോയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ തേടിയിരുന്നു. കെടുകാര്യസ്ഥത, ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തിലെ പാളിച്ചകളുമാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായത് എന്ന് വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡിഗോ നേരത്തെ നൽകിയ വാഗ്ദാനം, അത് ഡിസംബർ 10-നകം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതായിരുന്നു. അത് പൂർത്തിയാക്കാൻ ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും പരിഹരിച്ചു വരുന്നു എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അതേസമയം ഈ ഗോവ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ നടപടികളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറിനകം തന്നെ രാജ്യം വിടാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഈ ഗോവയിലെ ബിർച്ച് നൈറ്റ് ക്ലബിന്റെ ഉടമകളായ ലുത്ര സഹോദരന്മാർ. ഇരുവരെയും കഴിഞ്ഞ ദിവസം തായ്ലൻഡ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടുവരുന്നതിനായി ഗോവ പോലീസ് സംഘം തായ്ലൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ മടക്കി കൊണ്ടുവരുന്ന നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുതരമായ വീഴ്ചകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഈ നൈറ്റ് ക്ലബിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ആവശ്യമായ ലൈസൻസുകളോ മറ്റ് രേഖകളോ ഇല്ലാതെ, ഒപ്പം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒട്ടും തന്നെ പാലിക്കാതെയായിരുന്നു ഈ നൈറ്റ് ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടായ 11:45-നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. അതിന് മണിക്കൂറുകൾക്കകം ഏതാണ്ട് 1:17-ന് ഇരുവരും തായ്ലൻഡിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. തങ്ങൾ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്നും നടപടി ഉണ്ടാകുമെന്നും ഉറപ്പുണ്ടായിരുന്നു ഇവർക്ക് എന്നതിന്റെ വ്യക്തമായ തെളിവായി ഗോവ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി, രാജ്യതലസ്ഥാനത്ത് നിന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നതിന്റെ വിവരങ്ങളും വിശകലനവും പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.